الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصليه جهنم وساءت مصيرا صدق الله العلي العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കൾ, പ്രവർത്തകർ, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്തി ആഖിറം സമ്പാദിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അടക്കം, ഈ പരിസരങ്ങളിലെല്ലാം വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കം, ശംസുല്ലുലമ ഇ കെ ഉസ്താദ് അടക്കമുള്ളവർ ഇതിന്റെ പരിസരത്ത് വിശ്രമിക്കുന്നുണ്ട്. അവരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഈ പള്ളിയുടെ സാമീപ്യത്ത് പലതവണ ഈ സദസ്സിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. മഹാന്മാർ അവര് ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിച്ചാലും ഭൂമിയുടെ അന്തർഭാഗത്ത് ജീവിച്ചാലും അവരാണ് അല്ലാഹു തആല ഈ ഭൂമിയുടെ നിയന്ത്രണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ. അത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അല്ലാഹു മഹാന്മാരുടെ മദദ് കൊണ്ട് നമ്മുടെ ഈമാനിന് സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാം താമസിക്കുന്ന ഇന്ത്യ രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രമാണ്. മുസ്ലിം ഭൂരിപക്ഷ ഒന്നാമത്തെ രാഷ്ട്രം ഇന്തോനേഷ്യ, രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മുസ്ലിംകളാൽ ഭരിക്കപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രം 40 ചില്ലാനം രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളിലും ഇന്ത്യയിൽ ഉള്ള അത്ര കൂടുതൽ മുസ്ലിങ്ങളില്ല. നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ പഴക്കമുള്ള രാജ്യമാണ്. പഴയകാല ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യയും ഈജിപ്തും ഇറാഖുമൊക്കെ അടങ്ങുന്ന പഴയ രാജ്യങ്ങൾ, നിരവധി ചരിത്രങ്ങൾ ആധികാരിക രേഖയിലുള്ള രാഷ്ട്രമാണ് നമ്മുടെ. മനുഷ്യോൽപത്തിയുടെ തുടക്കമായ ആദ്യത്തെ മനുഷ്യൻ നബിയുല്ലാഹി ആദം. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി ഭൂമിയിൽ വന്ന സംഭവം പറയുന്നിടത്തെല്ലാം രേഖപ്പെടുത്തി വെച്ച ഒരു സംഭവം, ആദം നബി സ്വർഗലോകത്തിന് ഭൂമിയിൽ ഇറങ്ങിയ പർവ്വതം ജബലുൽ ഹിന്ദ്, സറന്ദീപ് പർവ്വതം എന്നാണ് ഇംഗ്ലീഷുകാർ രേഖപ്പെടുത്തിയത്. ജബലുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ അല്ല. ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും സിലോണുമൊക്കെ അടങ്ങുന്ന വിശാലമായ രാഷ്ട്രമാണ് അന്നത്തെ ചരിത്രത്തിലെ ഇന്ത്യ. ഹിന്ദ് എന്ന് കിതാബുകളിൽ കാണുന്നത്. ആ ജബലുൽ ഹിന്ദ് എന്ന പർവ്വതം ആദം മല എന്ന പേരിൽ
സിലോണിൽ ഇന്നും നിലനിൽക്കുന്നു. ആ പർവ്വതത്തിന്റെ ഉച്ചിയിലേക്ക് കയറിപ്പോകുന്ന വഴിമധ്യേ കാണുന്ന നീണ്ട കാലടി, ഒരു വലിയ കാൽപ്പാത. ലോകസഞ്ചാരികളും ലോകത്തെ ടൂറിസ്റ്റുകളുമെല്ലാം അവിടം സന്ദർശിക്കുകയാണ് എപ്പോഴും. ആ ചരിത്രങ്ങൾ ഒപ്പിയെടുത്ത ധാരാളം സീഡികളും മറ്റും ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടും. ക്രൈസ്തവ മതക്കാരും അതുപോലെ തന്നെ ജൂതമതക്കാരും മറ്റു പല മതവിശ്വാസികളും ആ കാലടിപ്പാദത്തെ ആദരിക്കുന്നു. ഓരോ ആളുകളും ആദ്യത്തെ മനുഷ്യൻ ഞങ്ങളുടെ മതത്തിന്റെ ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടും എല്ലാ വിഭാഗം മതവിശ്വാസികളും ആദരവോടുകൂടെ ആ പർവ്വതത്തിൽ പോകുന്നത് മറ്റൊരു കാഴ്ചയാണ്. ചരിത്രകാരന്മാർ ആദ്യ മനുഷ്യന്റെ ഉൽപ്പത്തി അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തിപ്പെടുന്നു എന്നത് നിത്യസംഭവമാണ്. അപ്പൊ ഇന്ത്യ എന്ന രാഷ്ട്രം അത് ചരിത്രത്തിൽ വളരെ പഴക്കമുള്ളതാണ്. ഇറാഖ് ചരിത്രത്തിൽ വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ്. ഈജിപ്ത് ചരിത്രത്തിൽ വളരെ പഴക്കമുള്ള രാജ്യമാണ്. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പഠിപ്പിച്ചിരിക്കുന്ന അമ്പിയാക്കളെ കൂട്ടത്തിലെ പ്രമുഖരായ 25 അമ്പിയാ മുർസലുകൾ. ആ 25 അമ്പിയാ മുർസലുകളും അവരുടെ കാലഘട്ടവും അവരുടെ സമൂഹവും അവരുടെ ജീവിത രീതിയും അവരുടെ ഭാഷയും അവരുടെ കാലഘട്ടങ്ങളിലുണ്ടായ പ്രധാന സംഭവങ്ങളും പഠിപ്പിക്കുന്നു.